പഹൽഗാം കൂട്ടക്കൊലയെ വെള്ളപൂശിയിട്ട് ഭാരതത്തെ വെല്ലുവിളിച്ച ഒരു ക്രിക്കറ്റ് താരമാണ് ഷാഹിദ് അഫ്രീദി. അപ്പോൾ ഷാഹിദ് അഫ്രീദിയെ അതായത് ഒരു ജിഹാദി ഗ്രൂപ്പ്, ഇടത് ജിഹാദി ഗ്രൂപ്പ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാകുന്ന തരത്തിലല്ലേ ഈ വാർത്ത? തീർച്ചയായിട്ടും ഇത് ഒരു ജിഹാദി ഗ്രൂപ്പാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇന്ത്യ നേരിട്ട ഒരു വലിയ വെല്ലുവിളി, പഹൽഗാം കൂട്ടക്കൊല, അതിന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുത്തു. ആ മറുപടി പാകിസ്ഥാന് താങ്ങാൻ പറ്റാത്തതായിരുന്നു. തകർന്ന് തരിപ്പണമായി പോയി. 9 ഭീകര കേന്ദ്രങ്ങൾ മുച്ചൂടും നശിപ്പിച്ചു. 12 വ്യോമ താവളങ്ങൾ തകർത്തു. ഇങ്ങോട്ടേക്ക് അയച്ച ഡ്രോണുകളും മിസൈലുകളും സമ്പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യൻ സേന. വലിയ നേട്ടമാണ് കൊയ്തത്. നമുക്ക് ഒരു സൈനികനെ പോലും നമുക്ക് നഷ്ടപ്പെട്ടില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. വലിയ നേട്ടമാണ് ഇന്ത്യൻ സൈന്യം കൈവരിച്ചത്. അപ്പോൾ ലോകമെങ്ങും അതിനെ പ്രകീർത്തിക്കുകയും ലോകത്തേക്ക് പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ എന്താണ് ചെയ്തത് എന്ന് അവരെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധി സംഘത്തെ അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് ഈ പാകിസ്ഥാനിൽ ഈ പരാജയത്തെ വിജയമാക്കി വ്യാജ പ്രചാരണങ്ങളിലൂടെ ആഘോഷിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു ക്രിക്കറ്റ് താരം, ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം. ആ ക്രിക്കറ്റ് താരത്തിനെ ദുബായിലൊരു ചടങ്ങിൽ ഒരു മലയാളി കൂട്ടായ്മ അദ്ദേഹത്തിനെ അതിഥിയായിട്ട് സ്വീകരിക്കുകയും അവിടെ അദ്ദേഹത്തിന് വേദി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് സത്യത്തിൽ മലയാളികൾക്ക് മുഴുവനും നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് മാത്രമല്ല, മലയാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും മുഴുവൻ മലയാളിക്കും അപമാനകരമായ ഒരു സംഭവം കൂടിയാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ. രാജ്യത്ത് എമ്പാടും ഒറ്റക്കെട്ടായി നമ്മുടെ കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ ആഘോഷിക്കുന്ന അവസരത്തിലാണ് ഈ പുത്തരിയിൽ കല്ല് കടിച്ചു എന്ന് പറയുന്നത് പോലെ മലയാളി ഇത്തരത്തിലൊരു നെറുകേട് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ UAE-യിൽ ജോലി ചെയ്യുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്, ക്യൂബ. ശരിക്കും അന്വർത്ഥമായ പേരാണ് ക്യൂബ, CUBAA, കുബ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷെ ആ കുബ അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ അവരാണ് ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാൾ, അവിടുത്തെ UAE-യിലെ പാക് എംബസിയുടെ കീഴിൽ വരുന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ മധുരിക്കുന്ന ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാണ് അതിന് പേരൊക്കെ ഇട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ആ പരിപാടിയിലേക്ക് ഷാഹിദ് അഫ്രീദിയെ ചെണ്ടമേളം നൽകി സ്വീകരിച്ചു, കേരള സ്റ്റൈലിൽ. അപ്പോൾ കേരളം എല്ലായിടത്തും നമ്പർ 1 ആണ്, കേരളം വേറിട്ടതാണ് എന്നൊക്കെ നിരന്തരം നമ്മൾ പറയുകയും കേരളം ഈ രാജ്യത്തിനോടൊപ്പമല്ല, ഈ രാജ്യത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ മലയാളി കൂട്ടായ്മ. ഇത് ചെറുപ്പക്കാരാണ്, അവർക്ക് വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാട്ടം കാണിച്ചു, സാഹസികം കാണിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം വഴിയെ പോയ അഫ്രീദിയെ വിളിച്ചു കയറ്റുക അല്ല ചെയ്തത്, അവിടെ അഫ്രീദിയെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് വേദി കൊടുക്കുകയാണ് ചെയ്തത്. ഈ അഫ്രീദി ലോകമെങ്ങും നടന്ന് ഇന്ത്യയെ ഞങ്ങൾ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ് വായ്ത്താരിയിടുന്ന ഒരാളാണ് അഫ്രീദിക്ക് രാഷ്ട്രീയ മോഹങ്ങളുണ്ടാകും. ഈ ഒരു സംഗതി നമ്മളതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. ഇതിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് തന്നെ ഈ പാക് ചാരസംഘടനയായ ISI-യുമായി ബന്ധപ്പെട്ട ചിലരാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് ചെയ്ത മലയാളികളുടെ പാസ്പോർട്ട് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അഫ്രീദിയെ അവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുകയും ചെയ്ത മലയാളികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒക്കെ ABVP പരാതി കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിഷയം ഇന്ത്യ ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യും. അത് വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കും. കുസാറ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയും കൂടി ഇപ്പോൾ ഇത് വെട്ടിലാക്കിയിരിക്കും. അതെ, അപ്പൊ അവരുടെ പേരിലാണ് ഈ ക്യൂബ എന്ന് പറയുന്ന ഈ സംഘടന. അപ്പൊ തീർച്ചയായിട്ടും അവര് തന്നെ ഇതിനകത്ത് രംഗത്തിറങ്ങണമെന്നുകൂടി ABVP ആവശ്യപ്പെടുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ക്യൂസാറ്റിന്റെ
ക്യൂസാറ്റിൽ പഠിച്ചിറങ്ങിയ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവർ എന്നുള്ളത് ക്യൂസാറ്റിനും വലിയ നാണക്കേടാണ്, മാനക്കേടാണ്, അപമാനമാണ്. അത്തരത്തിൽ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്, ഇന്നലെ ന്യൂസ് 18 തോന്നി ഇതിനെ പറ്റി ഒരു ചർച്ച ചെയ്തിരുന്നു. ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ, നമ്മുടെ രാഹുൽ ഈശ്വർ, മോഹൻ വർഗീസ് തുടങ്ങിയ വ്യക്തികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അതിൽ രാഹുൽ ഈശ്വർ മാത്രമാണ് ഈ ചർച്ചയിൽ ഇവരോടൊപ്പം ചേർന്നുള്ള സമീപനം ഉണ്ടായത്. പക്ഷേ ബാക്കിയുള്ള 3 പേരും അവതാരം കൂടി പൊളിച്ചടുക്കി വലിച്ചു കീറി എന്ന് കേട്ടു. അപ്പൊ ഇത്തരത്തില് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെ ഭീകരവാദത്തെ എന്താ പറയുക ന്യായീകരിച്ചുകൊണ്ടും ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ ചുറ്റും തന്നെ ഈ പകൽമാന്യന്മാരായിട്ടുള്ള വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഈ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു ചാവേർ ആക്രമണം, ബോംബ് സ്ഫോടനം ഇസ്ലാമിക ഭീകരർ നടത്തിയാൽ അതിൻ്റെ ഒരു കണ്ണി കേരളത്തിൽ വന്ന് നിൽക്കും. എന്തെങ്കിലും ഒരു ബന്ധം കേരളത്തിന് അതിനകത്ത് കാണും. ശ്രീലങ്കയിൽ ഒരു പള്ളിയിൽ സ്ഫോടനം നടന്നു, അല്ലേ? ക്രിസ്ത്യൻ പള്ളിയിൽ സ്ഫോടനം നടന്നു. അതിൻ്റെ കേരളവുമായിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. മാത്രമല്ല, ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തി സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ അതിഥിയായിട്ടെത്തി. അവർ ക്ഷണിച്ചു വരുത്തി, വലിയ തുക കൊടുത്താണ് വ്ളോഗറായ അവർ യൂട്യൂബിൽ കേരള ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തത്. ഇതൊക്കെ എന്ന് മാത്രമല്ല, അവർ ഈ കണ്ണൂരിൽ സന്ദർശനം നടത്തിയ വനശാസ്ത്ര ക്ഷേത്രം, അത് ഏഴുമല അക്കാഡമിക്ക് വളരെ അടുത്താണ്, നേവൽ അക്കാഡമിക്ക് വളരെ അടുത്താണ്. അപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന വിഷയങ്ങളല്ല. അല്ല, എനിക്ക് അവിടെ ഒരു സംശയം തോന്നിയത്, ടൂറിസം വകുപ്പ് ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചാനലിലാണ് ഇവരുടെ പരസ്യം കൊടുക്കുന്നതിനുണ്ടെങ്കിൽ അവർ പറയും ഇന്ന ടൂറിസം മേഖലയിൽ വേണം നിങ്ങൾ വ്ളോഗ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ ജ്യോതി മൽഹോത്ര ഇത്രയും ക്ഷണിക്കപ്പെട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ നേരത്തെ ഒരു ചാർട്ട് കൊടുക്കുമല്ലോ, ഒരു ഗൈഡും കാണും. അപ്പോൾ ഇന്ന മേഖലയിൽ നിങ്ങൾ ഇന്ന രീതി വേണം ഞങ്ങൾക്ക് ഞങ്ങൾക്കാണ് ചെയ്തു തരണേ, കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വ്ളോഗേഴ്സിനെ കൊണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ പിന്നിൽ എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ഈ ടൂറിസം വകുപ്പ് അറിയാണ്ട് ഇവർ പല സ്ഥലങ്ങളിൽ പോയി എന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ആ ഭാഗത്താണ് ഇവർ പോയത്. ഈ പറഞ്ഞ പറശ്ശിനിക്കടവ് കിടക്കുന്നിടത്താണ് വനശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി അവർ തെയ്യം ഇത് നോക്കിയത്, മുത്തപ്പൻ ഇതിൻ്റെ ഇത് കണ്ടത്. അപ്പം ഇത്തരത്തിൽ അവിടെ ഒരു സംശയം നിലനിൽക്കുക. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സപ്പോർട്ട് നൽകും. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചും വിവേകപൂർണ്ണം ചെയ്യേണ്ട. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കാസർഗോഡ് എന്ന് പിടിയിലായത് അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററാണ്. അതുപോലെ ലഷ്കർ-ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ഒരു മലയാളിയാണ്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു, തടിയൻ്റെ അവിടെ നസീർ. ഇതൊക്കെ എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിച്ചു? കേരളം ഭീകരവാദികളുടെ ഹബ്ബാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കേരളത്തെ അപമാനിക്കുന്നു എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഇടത് ജിഹാദി കൂട്ടുകെട്ടുകൾ ഉയർത്തുന്ന ഒരു ആക്ഷേപം. ഇതിനെന്ത് മറുപടി പറയാനുണ്ട്? ഇപ്പോൾ ഈ UAE-യിൽ നടന്ന ഈ പരിപാടി, അപ്പോൾ അതിൻ്റെ സംഘാടകർ പറയുന്നത് അയ്യോ ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, ഞങ്ങൾ അഫ്രീദി ഇതുവഴി പോയപ്പോൾ വിളിച്ച് കയറ്റിയതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് വളരെ ആസൂത്രിതമായി അവിടെ തന്നെ നിൽക്കട്ടെ, ഇങ്ങോട്ട് കേരളത്തിലോട്ട് വേണ്ട, അവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം എന്ന പരാതി തീർച്ചയായിട്ടും അതിന്മേൽ നിയമ നടപടി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ അന്വേഷണം വേണം. ഇവരുടെ ഈ പൂർവ്വകാല ചെയ്തികൾ, ഇവർ ക്യൂസാറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ്, ഈ ക്യൂസാറ്റിനെ ഇതുപോലെ ഭീകരവാദികൾ വിഴുങ്ങിയോ, അവിടെ ഈ ഭീകരവാദികളുടെ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ പല കോളേജുകളിലും ഇതുപോലെ ഈ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപകരുടെ രൂപത്തിലും അനധ്യാപകരുടെ രൂപത്തിലുമൊക്കെ പലയിടത്തും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ ഇൻ്റലിജൻസും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ പറഞ്ഞ നമ്മുടെ നമുക്കറിയാലോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന്. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അവിടെയൊക്കെ രഞ്ജിനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഇതിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ഈ ഗവൺമെൻറ് ഇത്തരക്കാരെ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഗവൺമെൻറ്റിന് ഇവിടെയൊക്കെ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, UAE-യിൽ നടന്ന ഈ സംഭവം മലയാളിക്ക് മുഴുവനും മാനക്കേടുണ്ടാക്കുന്നതാണ്, നാണക്കേടുണ്ടാക്കുന്നതാണ്, മലയാളിയെ അപമാനിക്കുന്നതാണ്. നമ്മൾ പാടി ശീലിച്ചത് കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ്.
ഇത് ചോര തിളയ്ക്കുന്നത് പോയിട്ട് ചോര ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങുക പോലും ചെയ്യാൻ പറ്റാത്ത വണ്ണമുള്ള നാണക്കേട്. തിളയ്ക്കുന്നത് ഇപ്പം ശത്രുരാജ്യത്തിന് വേണ്ടിയാണ്. മഹാ നാണക്കേട് മലയാളിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത്തരക്കാർ. ഇവർ എന്താണ്, ഇവർക്ക് ഈ പറയുന്നത് പോലെ UAE-യിൽ ജീവിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ അവിടെ ജീവിച്ചോളൂ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയിക്കോളൂ, നമ്മളാരും അതിന് തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഞാൻ മലയാളിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അതെ, ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു വളർന്ന് വലുതായിട്ട് ഈ രാജ്യത്തിനെതിരെ, നാട്ടിനെതിരെ, ഈ മണ്ണിനെതിരെ യുദ്ധം ചെയ്യുന്ന ഈ പ്രവണത നല്ലതല്ല. അത്തരക്കാരെ വെച്ച് പൊറുപ്പിക്കേണ്ട ആവശ്യവുമില്ല. എത്രയും പെട്ടെന്ന് അവരെങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അവരെ പറഞ്ഞു വിടുന്നതാണ് നല്ലത്. അതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.